ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് പ്ലം പുഡിങ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് 2 വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഫുൾ മണി പ്ലാന്റും പിക്ചേഴ്സൊക്കെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ചോദിച്ചത് ഏതാ സ്ഥലമെന്ന്. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് ചെറിയച്ഛൻ്റെ വീട്ടിലാണ് എന്നുള്ളത്. അപ്പോൾ ചെറിയച്ഛനുമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. ഹീസ് ബേസിക്കലി വർക്കിംഗ് ഹിയർ, ബട്ട് ഹീസ് റിയലി പാഷനറ്റ് അബൌട്ട് ഫോട്ടോഗ്രാഫി. സോ ഹീസ് ഇൻ ടു ഇറ്റ്. സോ നമുക്ക് ചെറിയച്ഛനോടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്താണ് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള ആൾക്കാർക്കും ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിരിക്കേണ്ടതും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതെന്നും എല്ലാം ചോദിക്കാം. ആൻഡ് സംതിങ് അബൌട്ട് ഹിം, ഹൗ ഹി കെയിം ടു ഫോട്ടോഗ്രാഫി ഫീൽഡ് ആൻഡ് ഓൾ സബ്സ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിർബന്ധമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, ഇത് ചെറിയച്ഛൻ്റെ വീട്ടിലെ ഷെൽഫാണിത്. ഇപ്പോൾ വീട്ടിൽ ബുക്സും എല്ലാം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഫോട്ടോഗ്രാഫി ആയിട്ട് റിലേറ്റഡ് ഇതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടം ഈ കോർണറാണ്. ബിക്കോസ് കണ്ടോ, ക്യാമറാസ് എല്ലാം ഓൾഡ് ഫാഷൻ കുറേ ക്യാമറാസൊക്കെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ചെറിയച്ഛൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് മക്കളുടെ ഫോട്ടോസ്. ആൻഡ് ഹി ഓൾവേസ് ലവ് ടു ടേക്ക് കാൻഡിഡ് ആൻഡ് ദ പോർട്രേറ്റ് വൺസ് റാദർ ദാൻ എനി അതർ വൺസ്. ആൻഡ് നമ്മൾ പറയുകയാണെങ്കിൽ വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഓഫീസിലെ ഓൾമോസ്റ്റ് എല്ലാവരും ചെറിയച്ഛൻ്റെ ഫോട്ടോഗ്രാഫിയിലെ ഓരോ കഥാപാത്രങ്ങളാണ്. ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫ്സ് എല്ലാവരുടെയും ഉണ്ട് ചെറിയച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ആ ആളെ നമുക്ക് കാണാണ്ടേ, പരിചയപ്പെടാം. നമുക്ക് ഇതാ വരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചെറിയച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഇതിലോട്ട് വന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ചെറിയച്ഛ എന്താ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതെ. അപ്പോൾ ചെറിയച്ഛൻ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് വന്നത്? കാരണം ഫോട്ടോഗ്രാഫി അല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് സോ അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് വന്നതും എങ്ങനെയാണ്? അത് കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ലൈറ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ മലമക്കാവ് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടംപോലെ കവുങ്ങും തോപ്പുണ്ട്. അതിലൂടെ രാവിലെ വരുന്ന ലൈറ്റ് റേസ് അത് നോക്കി കണ്ടിട്ട് അതിൻ്റെ ഷെയ്ഡ്, ലൈറ്റ്, ബേസിക്കലി ഫോട്ടോഗ്രാഫി ഈസ് ഓൾ അബൌട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. അപ്പോൾ അതിലൂടെയാണ് പിന്നെ മലമക്കാവ് എന്ന് പറയുമ്പോൾ അറിയാലോ, നേച്ചർ നല്ല ബ്യൂട്ടി ഉണ്ട്. അങ്ങനെയൊക്കെ അതിനോടുള്ളൊരു താല്പര്യം തോന്നി. അതെങ്ങനെ കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതിലൂടെയാണ് ഇൻട്രസ്റ്റ്. മലമക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. പാലക്കാട് നിൽക്കുമ്പോൾ തന്നെ അറിയാലോ, നല്ലൊരു പച്ചപ്പ് ഏറിയ സ്ഥലമാണ്. ഞങ്ങൾ തറവാടും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ചെറിയച്ഛൻ്റെ. ഏത് വയസ്സിലായിരുന്നു തുടങ്ങിയത്? ശരിക്കും ക്യാമറ കിട്ടിയത് 13-ാം വയസ്സിലാണ്. 13-ാം വയസ്സിൽ പഴയ കുറേ ഫോട്ടോസൊക്കെ എടുക്കണ ശരിക്കും ഞങ്ങൾ ആൽബം ഞങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് തന്നെ കുറേ ആൽബത്തിലൊക്കെ ചെറിയച്ഛൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, പിന്നെ ഒരു ടെക്നിക്കുകൾ ഒരു ഫോട്ടോ ഉണ്ട്. പണ്ട് നമ്മൾ ഒരു ട്വിൻ ചെയ്തൊരു ഫോട്ടോ ഉണ്ട്. എക്സാക്ട്ലി ഒരു ഫോട്ടോ ഉണ്ട്, ഞങ്ങൾ വലിയമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ അതിൽ കാണിക്കാം. അത് നല്ലതാണ്, ഒരു പ്രത്യേക ടെക്നിക്കിൽ വെച്ചിട്ട്. അത് അന്നൊന്നും ഫോട്ടോഷോപ്പ് ഒന്നുമില്ല. ഒരു ഫ്രെയിമിൽ തന്നെ രണ്ടുപേരെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫിലിമിൽ ഒരു പ്രാവശ്യം എക്സ്പോഷർ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് അതേ ഇത് ഫിലിമിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ടെക്നിക്കെല്ലാം കണ്ടുപിടിച്ച് ലെൻസ് ഒരു ഭാഗം കവർ ചെയ്ത് ഒരു സൈഡ് എക്സ്പോസ് ചെയ്ത് പിന്നെ അടുത്ത സൈഡ് എക്സ്പോസ് ചെയ്ത് അതൊക്കെ ഒരു നമ്മളെ ലേണിംഗ് കേർവ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ചെറിയച്ഛനിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ക്യാമറയെ കുറിച്ച് അറിയില്ല. അപ്പോൾ കുറേ ആൾക്കാർ കുറേ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ നല്ല വില കൂടിയ ക്യാമറകൾ കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പുതിയ ബിഗിനേഴ്സിന് എന്താ പറയാമെന്ന്, ലൈക്ക് എന്താ ഒരു ഇത് കൊടുക്കാം? ക്യാമറയാണോ? എന്താണ് നമ്മൾ ആദ്യം മേടിക്കേണ്ടത്? എന്താണ് നമ്മൾ നോക്കേണ്ട ഒരു ക്യാമറ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് തന്നെ ഇറങ്ങുമ്പോൾ? വൺസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫോട്ടോഗ്രാഫി, ഈ വല്ലഭന് പുല്ലും ആയുധം പറയുന്ന പോലെ നിങ്ങളുടെ സാധാരണ ഫോൺ ക്യാമറ ഈസ് ഗുഡ് ഇനഫ്. ഓക്കെ, പക്ഷെ അതൊരു ബേസിക് മാത്രമാണ്. ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ഇറ്റ്, നമ്മളിപ്പോൾ കുറച്ച് നല്ല വലിയ പ്രിന്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോസ് പോലെ പ്രിന്റ് ചെയ്ത് വെക്കണം, കൊളാഷ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യണം, അതിനൊന്നും അതിൻ്റെ ആ ഫോൺ ക്യാമറയിലുള്ള പിക്ചേഴ്സിനോട് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സ്പെൻസീവ് ക്യാമറ ആവശ്യമുണ്ടോന്നില്ല, ഒരു ബേസിക് ക്യാമറ ആവശ്യം. ഫസ്റ്റ് ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബജറ്റ്, ആ ബജറ്റ് അനുസരിച്ച് ഏത് ബ്രാൻഡിൻ്റെയും നല്ല മോഡൽസ് കിട്ടും. ഇപ്പോൾ നിക്കോൺ
കാനോൺ, സോണി, ഇതെല്ലാം നല്ല എൻട്രി ലെവൽ ക്യാമറാസ് ഉണ്ട്. പക്ഷേ ഞാനൊരു നിക്കൺ ഫാനാണ്. ഞാൻ എപ്പോഴും നിക്കണാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഐ വുഡ് സജസ്റ്റ് നിക്കൺ ബേസിക് ക്യാമറാസ് സ്റ്റാർട്ടിങ് ഫ്രം D3500 സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ പല ക്യാമറകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഫിലിം എറേ എന്നാണ് വരുന്നത്. പണ്ടത്തെ 120mm ഫോമാറ്റിലുള്ള ഫിലിം, പിന്നെ 35mm. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്യാമറാസ് ഒക്കെ ഒരു ടോയ്സ് മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അന്നൊക്കെ നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻ, മെന്റൽ കാൽക്കുലേഷൻ വേണമായിരുന്നു. ഇന്ന് എല്ലാ ഇൻഫർമേഷനും നമ്മൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈവൻ ഞാൻ ക്യാമറ മേടിച്ചത് പോലും ചെറിയ ഇൻഫ്ലുവൻസ് കാരണമാണ്. ആക്ച്വലി ഞാൻ മേടിച്ച നിക്കോൺ അല്ല, ലൈക്ക് സോണിയുടെ ക്യാമറ ആണ്. മിറർലെസ് ക്യാമറ ഇറങ്ങിയ സമയത്താണ് A6000 മേടിച്ചത്. അപ്പോൾ ഇപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ തന്നെയാണ് എനിക്ക് ഫോർ മീ ലൈക്ക് ആസ് എ ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക് ദാറ്റ്സ് ഇനഫ്. പിന്നെ അതിൽ ഞാൻ വേറെ ഒന്നും ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അതിന് വേറെ ലെൻസൊന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ചെറിയച്ഛൻ്റെ അടുത്ത് തന്നെ കുറേ ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല എന്തൊക്കെയാണ്, എന്തിനാണ് ലെൻസ് ഇത്ര അധികം ലെൻസും കുറേ കാര്യങ്ങൾ. അത് ചില ലെൻസ് കണ്ടു കഴിഞ്ഞാൽ മെഷീൻ കണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ അത്രയും വലിയ ഹെവി വെയ്റ്റഡ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നു ലെൻസുകൾ. ഓക്കെ, ബാക്ക് ടു യുവർ സബ്ജക്റ്റ്. ഞാൻ ആ സോണി ക്യാമറ സജസ്റ്റ് ചെയ്യാൻ കാരണം, അതായത് ഞാൻ നിക്കൺ ഫാൻ ആയാലും സോണി സജസ്റ്റ് ചെയ്യാൻ കാരണം എനിക്ക് അർജുന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് അറിയായിരുന്നു. ഒരു വീഡിയോൻ്റെ നല്ല ഫെസിലിറ്റി വേണം, കോമ്പാക്റ്റ് ആയിരിക്കണം, ട്രാവൽ ക്യാമറ ആയിരിക്കണം, അധികം ബജറ്റും അത് ലിമിറ്റഡ് ആയിരുന്നു. ആ സമയത്ത് ദ ബെസ്റ്റ് ക്യാമറ സോണി A6000. സോണി A6000 ശേഷം പല മോഡൽസ് ഇറങ്ങി അതേ റേഞ്ചിൽ 6200, 6300, now 6500. ബട്ട് സ്റ്റിൽ ഇഫ് യു ഗോ ടു യൂട്യൂബ്, എവ്രിബഡി അവർ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് A6000 ആണ്. അപ്പോൾ ചെറിയച്ഛൻ പറഞ്ഞു, ചെറിയച്ഛൻ ലൈക്ക് മിക്ക ഓൾമോസ്റ്റ് ബ്രാൻഡഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ, അൾട്ടിമേറ്റ് പിന്നെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ നിക്കൺ അല്ല, ആദ്യം മുതൽ തന്നെ നിക്കണാണ്. അതിന്റെ ഒരുപാട് ഗുണങ്ങൾ എനിക്കുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ക്യാമറ സെലക്ട് ചെയ്തു എന്നുള്ളത്. ഒരു ക്യാമറ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ എക്കണോമിക്സ്, ബേസിക്കലി നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നു, എത്ര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു, നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ പലവർക്കും പല പാറ്റേൺ ഓഫ് ഫോട്ടോഗ്രാഫി സ്റ്റൈൽ ഉണ്ടാവുക. ഞാൻ ചെറുതായിട്ട് അണ്ടർ എക്സ്പോസ് ചെയ്തിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ കളറും കളർ ഗ്രേഡിങ് ഒക്കെ പ്രോപ്പർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിക്കൻ്റെ ഡൈനാമിക് റേഞ്ച് പോലെ വേറൊരു ക്യാമറയില്ല. അപ്പോൾ അതൊരു ക്വാളിറ്റി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ കൺട്രോൾസും ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ട് കൈ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ കൈ ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ലെൻസും സൂമും ഫോക്കസും ചെയ്യാം. ബാക്കി എല്ലാ കൺട്രോൾസും ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ഹാബിറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യില്ല, എല്ലാം വ്യൂ ഫൈൻഡറിൽ വേണം. അപ്പോൾ ഇതെല്ലാം ഒത്ത് വരുന്നത് എൻ്റെ കൺവീനിയൻറ്റ് ബജറ്റിനും എൻ്റെ റിക്വയർമെൻറ്റിനും ഉള്ളത് നിൽക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എഡിറ്റിംഗ് പേർപ്പസ് ആൻഡ് ഓൾ? എഡിറ്റിംഗിന് ഞാൻ ഡിപ്പെൻസ് ഓൺ ദ പെർട്ടിക്കുലർ ഫ്രെയിം പലതും ഉപയോഗിക്കും. ഞാൻ റോ ഫോമാറ്റിലാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോബി ലൈറ്റ് റൂം ഉപയോഗിക്കും. പിന്നെ ക്യാപ്ചർ വൺ എന്ന് പറഞ്ഞിട്ടൊരു ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് റോ പ്രോസസ്സറാണ്. പിന്നെ ഓൺ വൺ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നും ബേസിക്, പക്ഷേ ഡിപ്പെൻസ് ഏത് സീനാണ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷമാണ് അത് ഉപയോഗിക്കുക. ഫോട്ടോഷോപ്പ് വളരെ റെയറായിട്ട് ഉപയോഗിക്കുക. ബാക്കിയെല്ലാം ഒരു ഓവർ പ്രോസസ്സിങ് ഞാൻ നടത്താറില്ല. നമുക്ക് ചെറിയച്ഛൻ്റെ അടുത്ത് കുറേ എന്താ പറയുക, ഒരു ക്യാമറ ബാഗിന് ഫുൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ബാഗ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും, എന്തൊക്കെയാണ് ക്യാമറയിൽ, എന്തൊക്കെ ഒരു ചെറിയച്ഛൻ്റെ ബാഗിലുള്ളത്, എന്തൊക്കെയാണ് ഒരു ഷൂട്ടിന് മുമ്പ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയച്ഛൻ്റെ ക്യാമറ ബാഗ് കാണാം. ഇതാണ് എൻ്റെ ക്യാമറ ബാഗ്. ഞാൻ പല ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. പോർട്രേറ്റ്, ട്രാവൽ, ലാൻഡ്സ്കേപ്പ്, വൈൽഡ് ലൈഫ്. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളും അതിന് ഫോട്ടോഗ്രാഫി ഈസി ആക്കാനുള്ള ആക്സസറീസുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെ വളരെ കാലങ്ങളായിട്ട് ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചതാണ്. മേ ബി ഒരു 5-10 വർഷം കൊണ്ട് ഇത്
ഒരു ഒറ്റയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, പക്ഷേ ദിസ് ഇസ് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ മീ. നിക്കൺ പ്രീമിയം മെമ്പറാണ്. നിക്കൺ ME ഇവിടുത്തെ ദുബായിലത്തെ ഓഫീസ്, അവരായിട്ട് ഞാൻ ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ട്. ക്യാമറയെ സംബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങളും, ആക്സസറീസ് വേണമെങ്കിലും, എക്സ്ട്രാ ലെൻസ് വേണമെങ്കിലും ഏത് സമയത്തും എനിക്ക് അവരുടെ അടുത്ത് ബോറോ ചെയ്യാൻ പറ്റും. ക്രിസ്റ്റി, പിന്നെ ഡയറക്ടർ നരേന്ദ്ര മേനോൻ, ഇവരെല്ലാവരുമായിട്ടും വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ട്. ഇതെൻ്റെ ക്യാമറ ബാഗാണ്, ബെൻഡ്രോ A300. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ റിഫ്ലക്റ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിനെ പറ്റിയിട്ട് ഒരുപാട് കൺസേൺ ഉള്ള ആളാണ്, അതുകൊണ്ട് അതിൻ്റെ ഇത് കംപ്ലീറ്റ് റിഫ്ലക്റ്റേഴ്സാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പിന്നെ ഇത് മോണോപോഡാണ്, സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് എൻ്റെ ക്യാമറ ബാഗ്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ക്യാമറയാണ് നിക്കൺ Z6. ഇത് 7200 VR ലെൻസ്. ഇത് നിക്കൻ്റെ 85mm VR ലെൻസ്, പോർട്രേറ്റ് ഫോട്ടോസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് 50mm 1.8 ലെൻസ്. എൻ്റെ ഫേവറേറ്റ് ലെൻസാണിത്. വളരെയധികം ഷാർപ്പാണ് ആൻഡ് ലൈറ്റ് വെയ്റ്റുമാണ്. അടുത്ത ലെൻസ് ഇത് 2470 S ലെൻസ്, അതായത് ഇത് മിറർലെസ് ക്യാമറയാണ്, അതിൻ്റെ ആക്ച്വൽ ലെൻസാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ് 1530. ഇത് നിക്കൺ ബ്രാൻഡല്ല, ഇത് ടാമറോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. കാരണം ഇത് വളരെ റെയറായിട്ടേ ഞാൻ ഉപയോഗിക്കുള്ളൂ, അതുകൊണ്ട് തന്നെ അധികം ഐ ഡോണ്ട് വോണ്ട് ടു സ്പെൻഡ് ഹ്യൂജ് എമൗണ്ട്. സോ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വൈഡ് ആംഗിൾ ലെൻസ് മേടിച്ചിരിക്കുകയാണ്. ഫ്ലാഷ് സിസ്റ്റം ഇത് ഗോഡോക്സിൻ്റെ V860 Mark II, ഗോഡോക്സിൻ്റെ തന്നെ 850 Mark II. അത് TTL ആണ്, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാര്യം ലൈറ്റ് കൺട്രോൾ ചെയ്യും, ഇതെല്ലാം മാനുവലി ചെയ്യണം. പിന്നെ നിക്കൻ്റെ ഇത് SB600. ഇത് ഓരോ സമയത്തും ഓരോ ടൈപ്പ് ഫ്ലാഷാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൂന്നും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കും. പിന്നുള്ളത് എൻ്റെ ഒരു ആക്ഷൻ ക്യാമറ, ഇത് ഈ ക്യാമറയാണ്. ഇതെല്ലാം വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ മേടിച്ച് വയ്ക്കുന്നതാണ്. നമുക്കറിയാം ഇതൊക്കെ ആവശ്യമുണ്ട് ചില സമയത്ത് ആക്ഷൻ സീക്വൻസ് എടുക്കാനോ, അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വീഡിയോൻ്റെ ആവശ്യം വരും. അതിനുവേണ്ടി ഇതിനെല്ലാം പുറമേ ഉള്ളത് റെയിൻ കവർ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത്രയും സാധനങ്ങൾ വെച്ച് പോകുമ്പോൾ പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ചെറിയ സാധനമാണ് ഇത്രയും കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആക്സസറീസ് ആണ്. ഇത് സാധാരണ ഒരു ചെറിയ ബ്രഷ്, ലെൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ക്യാമറയുടെ മുകളിൽ തന്നെ ഫ്ലാഷ് വയ്ക്കുന്ന സമയത്ത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത്. ഇത് ക്യാമറ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്താൽ പോരാ, പലപ്പോഴും നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോയപ്പോൾ വളരെ ഏർലി മോർണിംഗിൽ പോകും, തണുത്ത കാറ്റുണ്ടായിരിക്കും, ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണത്. ഇത് മൂക്ക് മറയ്ക്കാം, ചെവി മറയ്ക്കാം. ഇതുകൊണ്ട് പല ടൈപ്പ് കാര്യങ്ങൾ ആൾക്കാർ ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then battery is always needed. Yeah. Then lens cleaners വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സംടൈംസ് നമ്മൾ ക്യാമറയുടെ ഷേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. ടൈമർ ഉണ്ട്, എന്നാലും ചില സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കും. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ. ഇനി ഞാൻ എൻ്റെ ലെൻസിൻ്റെ യൂസേജ് പറയാം. ഇത്
24-70. ഇതിൻ്റെ ഡെയിലി ലെൻസ് എന്ന് പറയാം. ഇതാണ് സാധാരണ രീതിയിൽ എൻ്റെ ക്യാമറ മുകളിൽ എപ്പോഴും ഉണ്ടാവുക. ട്രാവൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ലെൻസാണ്. ഇതിൻ്റെ നിക്കൺ എസ് ബ്രാൻഡുള്ള ലെൻസാണ്. വളരെയധികം ഷാർപ്നെസ് ഉള്ള ഒരു ലെൻസാണ്. ഇത് മുന്നേ ഞാൻ പറഞ്ഞ പോലെ 85mm 1.8. ഇത് ഉപയോഗിക്കുന്ന പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട്. അർജുൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് സീനിൽ കാണാൻ പറ്റും. ഇത് 50mm ലെൻസ്. നമ്മൾ ഫ്രെയിമിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദ ബെസ്റ്റ് ഫ്രെയിം ഈസ് ഓൺ യുവർ ലെഗ്സ്. നമ്മൾ 50mm ലെൻസ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു വാക്ക് ടുവേർഡ്സ് ദ സബ്ജക്റ്റ്, ലെഫ്റ്റ് ടു ദ സബ്ജക്റ്റ്, റൈറ്റ് ടു ദ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ്സ്. ഇതെല്ലാം കാരണം സൂമില്ല, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ നമ്മളെ ബോഡി മൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സാധാരണ കാണുന്ന ഫ്രെയിമിനേക്കാൾ ബെറ്റർ ഫ്രെയിം ഇതിലെടുക്കാൻ പറ്റും. ഇഫ് യു ഹാവ് 50mm prime lens, use this one and you will understand what I am trying to say. ബേസിക്കലി നമ്മൾക്കൊരു റിഫ്ലക്ടറോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്ലാഷ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ആംബിയൻ ലൈറ്റിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത വൃത്തികെട്ട ഷാഡോസ് ഉണ്ടായിരിക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഫ്ലാഷ് ഉപയോഗിക്കും. ഇപ്പം നട്ടുച്ച വെയിലത്തും ഞാൻ ചിലപ്പോൾ ഫ്ലാഷ് ഉപയോഗിച്ച് വരും. സൺ ഇവിടെ ആകുമ്പോൾ നമ്മളെ കണ്ണെല്ലാം ഭയങ്കര ഷാഡോയിലായിരിക്കും. അതായത് ഫാൻറ്റം ഐസ് എന്ന് പറയും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാഷ് ഉപയോഗിക്കും. അപ്പോൾ ചെറിയൊരു ചോദ്യം ഉണ്ടായിരിക്കും, എന്തിനാണ് എനിക്ക് ഇത്രയധികം ഫ്ലാഷ് എന്നുള്ളത്. ഞാൻ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതുകൊണ്ട് 3 point ലൈറ്റ് സിസ്റ്റം ഇപ്പോൾ ഉപയോഗിക്കും. ഒരു മെയിൻ ലൈറ്റ്, ഒരു സെക്കൻഡറി ലൈറ്റ്, പിന്നെ ഒരു ബാക്ക് ലൈറ്റ്, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഈ 3 ഫ്ലാഷ് ഉപയോഗിക്കുന്നത്. ഈ ട്രിഗർ ക്യാമറയുടെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഫ്ലാഷ് എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഫ്ലാഷിൻ്റെ ഔട്ട്പുട്ട് കംപ്ലീറ്റ് നമ്മൾ ഈ യൂണിറ്റിൻ്റെ മുകളിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നത്. വളരെ റെയറായിട്ടാണ് ഞാൻ ഓൺ ക്യാമറ ഫ്ലാഷ് ഉപയോഗിക്കാറുള്ളൂ. ഇതെല്ലാം ട്രൈപോഡിലോ അല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സിലോ ആണ് ഞാൻ ഉപയോഗിക്കുക. ഇത് എൻ്റെ ട്രാവൽ സോഫ്റ്റ് ബോക്സ് ആണ്. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രൈപോഡിൻ്റെ പ്രോഡക്റ്റാണിത്. സോഫ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നത് ലൈറ്റ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് ഫ്ലാഷ് എന്ന ലൈറ്റ് എപ്പോഴും ഹാർഷാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ക്വാളിറ്റി ഓഫ് ദ ലൈറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നത്. ഇത് ഫിക്സ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സോഫ്റ്റ്നെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉപയോഗിച്ച് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടും. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഡൗട്ട് ഉണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ ഈ കുറെ ക്യാമറ ഫോൺസ് എല്ലാം വരുന്നുണ്ട്. കാരണം എല്ലാ ഫോൺസും വരുന്നത് കുറെ 24 മെഗാപിക്സൽ, 48 മെഗാപിക്സൽ, 16, അങ്ങനെ കുറെ ഈവൻ സെൽഫി ക്യാമറാസ് പോലും 32 മെഗാപിക്സൽ ഫോൺസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഇറ്റ്സ് ഈസി ടു ക്ലിക്ക് ആൻഡ് ഷെയർ ഓൺ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യാൻ ഈസിയാണ്. സോ ആ ഒരു ഇത് നമ്മുടെ ക്യാമറ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ശരിക്കും ഒരു ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിലേക്ക് എന്തെങ്കിലും എന്താ പറയുക ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതിനെ കുറിച്ച് ഒന്നും പറയാമോ? ശരിക്കും ക്യാമറ ഫോൺസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. നല്ല സെൻസർ ആയിട്ട് വരുന്നുണ്ട്. ഗ്ലാസ് നല്ലതാണ്. സാധാരണ ഉപയോഗത്തിന് അതൊക്കെ മതി. ഈവൻ വ്ളോഗിങ്ങിനോ അല്ലെങ്കിൽ യൂട്യൂബിലിടാനോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മതി. പക്ഷേ ശരിക്കും നമ്മൾക്കൊരു നല്ല ഫോട്ടോ വേണമെങ്കിൽ, ക്വാളിറ്റി ഫോട്ടോ വേണമെങ്കിൽ ഫോൺ ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോവും ഈ ക്യാമറയിൽ നിന്ന് ഫോട്ടോവും നമ്മളൊരു ലാപ്ടോപ്പ് കയറ്റിയിട്ട് നമ്മളത് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഒരു 100% എൻലാർജ് ചെയ്യുമ്പോഴേക്കും ഫോൺ ക്യാമറയിൽ നിന്ന് ഫോട്ടോ മുഴുവൻ യൂസ്ലെസ് ആയിരിക്കും. അതേ സമയത്ത് ഇതിന്നെടുത്ത ഫോട്ടോ ഏകദേശം 200-300 വരെ നമുക്ക് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാലും യാതൊരു ക്വാളിറ്റി ഡിഫറൻസും വരുന്നില്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കാൻ മാത്രമല്ല, ആ പ്രോസസ്സ് കൂടി എൻജോയ് ചെയ്യും പ്രൊഫഷണൽസ്. ഇപ്പം ഞാൻ ഈ ക്യാമറ ഇങ്ങനെ എടുത്തു വെച്ച് ഇതിൻ്റെ മുകളിൽ ഏത് ലെൻസ് വേണം, ആ പെർട്ടിക്കുലർ സീനിന് ഏത് ലെൻസ് ഉപയോഗിക്കണം, എത്ര ഫ്ലാഷ് ഉപയോഗിക്കണം,
എൻ്റെ എൻഡ് റിസൾട്ട് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ആദ്യം തന്നെ മനസ്സിലുണ്ട്. ആ ഫ്രെയിം, ആ ലൈറ്റിംഗ്, അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. നമ്മളൊരു ഫോൺ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ ഒക്കെ ഓരോരോ പ്രോ മോഡ് ഉണ്ടെങ്കിലും അതിൽ നമുക്ക് ഫ്ലാഷ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഷാഡോസ് കൺട്രോൾ ചെയ്യാനോ ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇഫ് യു റിയലി ഇൻ ടു ഫോട്ടോഗ്രാഫി, I would suggest you to buy a basic camera and from the start your photography level. any specific brand, okay, even if you are like Nikon ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ചില പല റേറ്റ് ഉണ്ട്, ആൾക്കാർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഏതെങ്കിലും ചെറിയ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമറ ഏതാണ്, ഈവൻ ബേസിക് ആണെങ്കിൽ ഫോർ സ്റ്റാർട്ടിങ് കരിയർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്? ഫോട്ടോഗ്രാഫി കരിയർ ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി യു ഷുഡ് ഹാവ് സം എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു ക്യാമറയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ 2 types ഓഫ് ക്യാമറ ബോഡീസ്. വൺ ഈസ് ക്രോപ്പ് സെൻസ്, അതിൻ്റെ സെൻസറിൻ്റെ വലുപ്പം ലേശം കുറവായിരിക്കും. ഇത് ഫുൾ ഫ്രെയിം, സെൻസറിൻ്റെ വലുപ്പം കൂടുതലായിരിക്കും. ബാക്ക് ടു അഗെയിൻ ക്യാമറ ഫോൺ ക്യാമറ, അതിൻ്റെ സെൻസർ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു A4 പേപ്പർ എടുത്തിട്ട് അതിലൊരു ഫോട്ടോ നിങ്ങൾ ഒരു പിക്ചർ നിങ്ങൾ ഡ്രോ ചെയ്യുന്നു. അതേ പെർട്ടിക്കുലർ ഫോട്ടോ നിങ്ങൾ A1 സൈസ് പേപ്പറിൽ വരയ്ക്കുന്നു. രണ്ടിൻ്റെയും ഇമേജിൻ്റെ സൈസ് വലുതാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഇത് ഫുൾ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇമേജ് വലുതായിരിക്കും. A4 സൈസിൽ എടുക്കുന്നതിൻ്റെ പിക്ചർ വളരെ ചെറുതായിരിക്കും. അതാണ് ക്രോപ്പ് സെൻസ് മാതിരി വരുന്നത്. അതിലും ചെറുതായിരിക്കും. നമ്മളൊരു എന്താ പറയുക, ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ഫോൺ ക്യാമറയിൽ ഉപയോഗിക്കുമ്പോൾ വരുന്നത്. സോ സെൻസർ സൈസ് ഡസ് മാറ്റർ. സോ ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, ഏത് ബ്രാൻഡ്, ഏതാണ് ചെറിയ സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്യാമറയെ കുറിച്ച് പറയാമോ? ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്റ്റീവ് ലെവൽ ക്യാമറയെ പറ്റി ചോദിക്കുക വെച്ചാൽ ഞാൻ പറയും നിക്കൺ D3500. അതിൻ്റെ കോസ്റ്റ് അറൗണ്ട് 1,700-1,800 ഉള്ളിൽ കിട്ടണം വിത്ത് 1855 I think 1855 or 1850 lens. Okay. With that camera you can take stills as well as videos. Okay. നാട്ടിൽ അറൗണ്ട് ഒരു 40,000 ഉള്ളിൽ ആ ക്യാമറ ലഭിക്കും നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ. Exactly. ആമസോൺ പ്രൈസ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? It's a suggested price ആണ്. പക്ഷേ I would always suggest you to buy from the authorized dealer. Okay. ഓൺലൈനിൽ മേടിക്കാം, പക്ഷേ സപ്പോർട്ട് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരും. നിക്കണിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരിക്കലും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. 15 വർഷം കഴിഞ്ഞാൽ ആ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്യും. ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ്. പക്ഷേ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓത്തറൈസ് ഡീലറിൻ്റെ അടുത്ത് മേടിച്ചാൽ അത് നേരെ കൊണ്ടുപോയി കൊടുക്കുന്നു, അവർ റിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഇത്ര നല്ല വാല്യുബിൾ ഇൻഫർമേഷൻ എല്ലാം തന്ന ചെറിയച്ഛന് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് എന്നെ ഈ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തതിന്. ഇറ്റ്സ് അവർ പ്ലഷർ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ചെറിയച്ഛൻ പറഞ്ഞല്ലോ കേട്ടല്ലോ. അപ്പോൾ ചെറിയച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്ര എക്സ്പെൻസീവ് ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ ക്യാമറ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനെല്ലാം ക്രിയേറ്റിവിറ്റിയാണത്. സോ ഇത് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ. അത് ബേസിക് മോഡൽ നിങ്ങൾ കണ്ട വീഡിയോസ് എല്ലാം ഈ ക്യാമറയിൽ നിന്നും പിന്നെ എൻ്റെ ഫോണിലും വന്നിട്ടുള്ള വീഡിയോസാണ്. ബേസിക്കലി മെയിൻലി ഈ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും വേണ്ട. നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. മെയിൻലി യു ക്യാൻ ഹാവ് ആൻ ഐഡിയ, അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും. നിങ്ങൾക്കൊരു നല്ലൊരു പിക്ചറിനെ കുറിച്ചിട്ടുള്ള വീഡിയോയെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഗുഡ് വീഡിയോസ് ഔട്ട് ഓഫ് എ സ്മോൾ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ക്യാമറയിലും ഉണ്ടാക്കാം. സോ ചെറിയച്ഛൻ പറഞ്ഞ ഇൻഫോർമേഷൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഒരു സ്റ്റാർട്ടർ ബിഗിനർ എന്നുള്ള രീതിയിലാണ് അയാൾ ഇൻഫോർമേഷൻ തന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സോ നല്ലൊരു ക്യാമറ മേടിക്കുക, ക്ലിക്ക് ഫോട്ടോസ്, ഡെവലപ്പ് ഇറ്റ്. പിന്നെന്താ അതായത് ഗെറ്റ് നല്ലൊരു ഫീലാണ് ഫോട്ടോസ്. നമ്മളെടുത്ത ഫോട്ടോസ് എല്ലാം ഇപ്പോൾ പഠിക്കുക, നല്ല പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു ക്യാമറ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കുക. സോ യു ക്യാൻ ബിക്കം എ ഗുഡ് ഫോട്ടോഗ്രാഫർ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഹു വാണ്ട് ടു ബി എ എന്താ പറയുക ഒരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ നല്ലൊരു
ഫോട്ടോ എടുക്കുന്ന ഒരാൾ കരിയറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ്. സോ വേറൊരു വ്ളോഗായിട്ട് വരുന്നവരെ സീ ഫ്രം പ്ലം പുഡിംഗ്.